നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് ഒരുങ്ങുകയാണ് പുന്നമട. നാളെ 22 ചുണ്ടൻവള്ളങ്ങളാണ് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇത്തവണ ജലമേള ഉദ്ഘാടനം ചെയ്യുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഒന്നാം ഹീറ്റ്സിൽ ഒന്നാം ട്രാക്കിൽ മത്സരിക്കുന്നു. ഈ വർഷം മുതൽ നെഹ്റു ട്രോഫിയിലെ സമ്മാനം 5 ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സമഗ്ര കവറേജുമായി റിപ്പോർട്ടർ വാർത്താ സംഘം തയ്യാറാണ്. പുന്നമട ബോട്ട് ക്ലബിന്റെ ക്യാമ്പിൽ നിന്ന് അർജുൻ മട്ടന്നൂരും ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സജോ ദേവസിയും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. പുന്നമട ബോട്ട് ക്ലബിലാണ് ഇപ്പോൾ അർജുൻ മട്ടന്നൂർ ഉള്ളത്. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. ആൻഡ് സജോ, വെരി ഗുഡ് മോർണിംഗ്. ഒരുങ്ങി കഴിഞ്ഞു അല്ലേ? ഇന്നിപ്പോ ക്യാമ്പിൽ പൊതുവെ തുഴച്ചിലുകാർക്ക് വിശ്രമ ദിനമാണ് അല്ലേ അർജുൻ മട്ടന്നൂർ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് കഠിന പ്രയത്നങ്ങളും കഠിന പരിശീലനങ്ങളും ഒന്നുമില്ല. ഇന്ന് പൂർണ്ണമായും വിശ്രമമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുന്നമട ബോട്ട് ക്ലബിൻ്റെ ക്യാമ്പിലാണ്. ഇത്തവണയും നടുഭാഗം ചുണ്ടനുമായി ഇവർ നീറ്റിലേക്ക് ഇറങ്ങുകയാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം ചെറിയ വ്യത്യാസത്തിലാണ് ഇവർക്ക് കപ്പ് നഷ്ടമായത്. കഴിഞ്ഞ തവണ ഹീറ്റ്സിൽ ഏറ്റവും വേഗത്തിലെത്തിയ ടീം കൂടിയാണ് PBC. സ്വാഭാവികമായും ഇത്തവണ വലിയ പ്രതീക്ഷയോടുകൂടി ഇറങ്ങുകയാണ്. എന്താണ്, എല്ലാം സെറ്റാണല്ലേ? പുന്നമട ബോട്ട് ക്ലബിനെ സംബന്ധിച്ച് ഈ 72 നെഹ്റു ട്രോഫിക്ക് ഇല്ലാത്ത ഒരു ആത്മവിശ്വാസമാണ് ഇക്കുറിയുള്ളത്. കാരണം കഴിഞ്ഞ വർഷം 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോകുമ്പോഴും ഏറ്റവും മികച്ച സമയം വരുമ്പോഴും നമുക്ക് എന്തൊക്കെ പോരായ്മ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുന്നു പുന്നമട ബോട്ട് ക്ലബ്. അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ നാളെ നമ്മൾ പുന്നമട ബോട്ട് ക്ലബ്ബ് നെഹ്റു ട്രോഫിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിജയിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഞങ്ങൾ 100% നല്ല വിശ്വാസത്തിലാണ്. ഒരു പുതുചരിതം രചിച്ചുകൊണ്ട് പുന്നമട ബോട്ട് ക്ലബ്ബ് ഇന്നുവരെ നെഹ്റു ട്രോഫി നേടിയിട്ടില്ല. ആ ട്രോഫിയുമായിട്ട് നാളെ ഇവിടെ വരാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമെന്ന് തന്നെ നല്ല വിശ്വാസത്തിലാണ് ഞങ്ങൾ. എന്തായാലും ഇന്ന് കാര്യമായിട്ട് പരിശീലനമൊന്നുമില്ല, ഇന്ന് പൂർണ്ണമായ വിശ്രമമാണ്. അപ്പോൾ ഒരു വഞ്ചിപ്പാട്ടും കൂടി കേൾക്കണം. ശരിക്കും നമ്മൾ പരിശീലനമെല്ലാം എല്ലാ ക്ലബ്ബുകളും ഇന്നലെ അവസാനിപ്പിച്ചു. എന്നിട്ട് ഇന്ന് വിശ്രമമാണ്. അപ്പോൾ വിശ്രമം എന്ന് പറയുന്നത് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ശരിക്കും ആരോഗ്യമുള്ള കായികക്ഷമതയോടുകൂടി നിൽക്കുമ്പോൾ നമുക്കൊരു വിശ്രമം ആവശ്യമുണ്ട്. അതുകൊണ്ട് ശരീരത്തെ അത് വിശ്രമിക്കുന്നു. നാളെ കൊടുങ്കാറ്റ് പോലെ ട്രാക്കിൽ അഞ്ഞടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുട്ടികളെല്ലാം വിശ്രമത്തിലാണ്. അതാണ് ചുരുക്കം പേര് മാത്രം ഇവിടെ നിൽക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഉറക്കത്തിലൊക്കെയാണ്. തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിൽ നമ്മളെത്തും. റിപ്പോർട്ടറിൻ്റെ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി, പ്രത്യേകിച്ച് അരുൺ സാറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നമ്മൾ സാധാരണ വള്ളത്തിൽ പാടുന്നൊരു പാട്ട് ചേർന്നിട്ട് പാടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകണമേ. അർപ്പോ അർജുൻ മട്ടന്നൂർ, ഇദ്ദേഹം ഒരു പാട്ടുപാടി വൈറലായിട്ടുണ്ടല്ലോ. ആ പാട്ട് കൂടി ഒന്ന് പാടുകയാണ് പറയുന്നത്. ഡോക്ടർ അരുൺകുമാർ ചോദിക്കുന്നു, താങ്കൾ ഒരു പാട്ട് പാടി വൈറലായിട്ടുണ്ട്, ആ പാട്ടും കൂടി പാടണം എന്നാണ് പറയുന്നത്. ഓടി പോവല്ലേ, പെട്ടെന്ന് വാ, ഇങ്ങോട്ട് ഓടിയോ. കോടമഞ്ഞിൻ താഴ്വരയിൽ രാക്കടമ്പ് പൂക്കുമ്പോൾ മഞ്ഞണിഞ്ഞ് പൊട്ടുതൊട്ട് രാത്രി മുല്ല പൂക്കുമ്പോൾ പ്രണയനില കിളിവാതിൽ, പ്രണയനില കിളിവാതിൽ പാതി തുറന്നതാരാണ്, ഒരു 100 ഇഷ്ടം കാതിൽ ചൊന്നതാരാണ്. കോടമഞ്ഞിൻ ശബ്ദമില്ല അരുൺകുമാർ സാർ, ക്ഷമിക്കണം, പ്രേക്ഷകർ ക്ഷമിക്കണം. 35 ദിവസത്തോളമായിട്ട് നാളത്തെ വേണ്ടിയിട്ട് ഞങ്ങളത് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. നാളെ അലറേണ്ടതാണ്, ആവശ്യം കൊടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അരുൺകുമാർ പറയാണ് നാളെ നേരിട്ട് വന്ന് എന്തായാലും കാണണം, ഒരു പാട്ടും കൂടി നാളെ പാടണം എന്ന് പറയാം. സന്തോഷം. എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. എന്തായാലും എല്ലാവരും സെറ്റാണ്. നാളെ വീട്ടിലേക്ക് ഇറങ്ങിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ സജോ ദേവസി ഇപ്പൊ ഫിനിഷിംഗ് പോയിന്റിലുണ്ട്. നാളെ ഫിനിഷിംഗ് പോയിന്റിൽ പുന്നമടയെ തീ പിടിപ്പിച്ച് ആരാണ് ആദ്യം എത്തുന്നത്, മിന്നൽ പിണറായി പാഞ്ഞു വരുന്നത് ആരാണ് എന്നുള്ളതാണ്.